Dear students, in this video we are going to discuss the working capital turnover ratio and fixed asset ratio. In the previous classes we discussed other activity ratios like debtor turnover ratio, creditor turnover ratio, stock turnover ratio, etc. Now we are going to discuss working capital turnover ratio and fixed asset ratio. So first we are going to discuss working capital turnover ratio. Okay, എന്താണ് working capital turnover ratio? Turnover ratio ile fourth one ആണ് എന്ത് working capital turnover ratio എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് working capital turnover ratio is equal to net sales divided by working capital. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? Working capital turnover ratio is a ratio which expresses the relationship between net sales and working capital. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ മീനിങ് കിട്ടും. എന്താണ്? Working capital turnover ratio is a ratio which used to express the relationship between net sales and working capital. Then പറയുന്നു the ratio shows how many times the working capital is turned over to produce sales. വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ യൂട്ടിലൈസേഷൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ റേഷ്യോ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അതായത് അതില്ലെങ്കിൽ ആ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് റേഷ്യോ ഷോസ് ഹൗ മെനി ടൈംസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെ ഹൗ മെനി ടൈംസ് എത്ര പ്രാവശ്യമാണ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് turned over to produce sales. വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഡിറ്റർമിൻ ഹൗ എഫിഷ്യൻ്റ്ലി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഡിറ്റർമൈൻ ഹൗ എഫിഷ്യൻ്റ്ലി ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് determine how efficiently the working capital is used in the business, and it also shows how many times the working capital is turned to produce sales. Okay, then ഇവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു 7 or 8 ടൈംസ്. ജനറലി ഒരു ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് ഒരു 7 or 8 ടൈംസ് ആവുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എത്രത്തോളം ഈ റേഷ്യോ ഹയർ ആവുന്നു അത്രത്തോളം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് മീൻ ചെയ്യുന്നത്, അല്ലേ? വെൻ ദ റേഷ്യോ ബിക്കം ഹയർ we can say that the working capital is used efficiently in the organization, അല്ല ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ റേഷ്യോ കുറയുകയാണെങ്കിലോ, റേഷ്യോ 1 or 2 ഒക്കെ ആവുകയാണെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അല്ലെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ വെൻ ദ റേഷ്യോ ഈസ് ഹയർ we can say that the working capital is used in an efficient manner. Okay, usually the ideal or standard is 7 or 8 times. Okay, ഒന്നുകൂടെ പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് റേഷ്യോ ഷോസ് ഹൗ മെനി ടൈംസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടേൺഡ് ഓവർ ടു പ്രൊഡ്യൂസ് സെയിൽസ്. ഇറ്റ് ഓൾസോ ഡിറ്റർമിൻ ഹൗ എഫിഷ്യൻ്റ്ലി ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. യൂഷ്വലി ദ സ്റ്റാൻഡേർഡ് ഈസ് 7 or 8 ടൈംസ്. Then if the ratio is high, we can say that the working capital is utilized in the business in an efficient manner. Then നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എങ്ങനെ നെറ്റ് സെയിൽസ് കാണും? നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, നെറ്റ് സെയിൽസ് എങ്ങനെ കാണാം? ടോട്ടൽ സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ഇപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെദർ ഇറ്റ് ഈസ് ക്യാഷ് ഓർ ക്രെഡിറ്റ്, രണ്ട് ഇതിൽ വരും, ടോട്ടൽ സെയിൽസിൽ വരും. ആകെ എത്ര സെയിൽ നടത്തിയിട്ടുണ്ട്, അത് ക്യാഷ് ആയാലും ക്രെഡിറ്റ് ആയാലും കുഴപ്പമില്ല, അല്ലേ? ആകെ എത്ര സെയിൽ നടത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് എന്ത് കുറച്ചാൽ ഈ സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണും? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു current assets minus current liabilities. Current assets minus current liabilities. Current assets minus current liabilities. Okay, working capital എങ്ങനെ കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ റേഷ്യോ ആയിട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
Working capital turnover ratio is a ratio which is used to express the relationship between net sales and working capital. This ratio shows how many times the working capital is turned to produce sales. It determines how efficiently the working capital is used in the business. Is usually ideal or standard is 7 or 8 times, but when the ratio is high, we can say that the working capital of company is efficiently utilized. Then we can compute working capital turnover ratio by using the formula net sales divided by working capital. We can get net sales by minusing or subtracting sales return from total sales. Then working capital is equal to current assets minus current liabilities. Okay, then നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ മനസ്സിലാവും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺ 15,000, കറണ്ട് അസറ്റ്സ് 2 lakh, കറണ്ട് ലയബിലിറ്റീസ് 1,20,000. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണല്ലേ? അത് ഇക്വേഷൻ എഴുതാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു capital turnover ratio is equal to turnover ratio is equal to എന്താണ്? നെറ്റ് സെയിൽസ് അല്ലേ? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 5,75,000. സോ 5,75,000 മൈനസ് സെയിൽസ് റിട്ടേൺ എത്രയാണ്? 15,000 മൈനസ് 15,000, ദാറ്റ്സ് ഈക്വൽ ടു 5,60,000 rupees. Then we have to compute working capital. So working capital is equal to what is the equation? Current assets minus then current liability. Okay, current liability. Look into the question. Here we have current assets rupees 2 lakh, then current liabilities rupees 1,20,000. So 2 lakh minus 1,20,000, that's equal to 80,000 rupees. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്കിംഗ് ക്യാപിറ്റലും കിട്ടി, നെറ്റ് സെയിൽസും കിട്ടി. Therefore working capital turnover ratio is equal to എന്തായിരിക്കും? നെറ്റ് സെയിൽസ് എത്രയാണ്? 5,60,000 അല്ലേ? 5,60,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ 80,000 ഡിവൈഡഡ് ബൈ 80,000, that's equal to 7 times. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റൊട്ടേറ്റഡ് 7 times to generate സെയിൽസ് അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? 7 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്താണ് സെയിൽസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 7 times ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ഡിസ്കസ് ചെയ്തു? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ പറഞ്ഞത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആയിരുന്നു. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്തായിരിക്കും? ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. എത്രത്തോളം നന്നായിട്ട് ഫിക്സഡ് അസറ്റ്സ് ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓർഗനൈസേഷനിൽ ഒരു ഹ്യൂജ് എമൗണ്ട് എന്താണ് നമ്മൾ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സ് എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് ദ ഫിക്സഡ് അസറ്റ്സ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് ഫിക്സഡ് അസറ്റ്സ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ് അല്ലെ? സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സ് എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നോക്കുന്ന റേഷ്യോ ആണ്. ഇവിടെ നമ്മളെന്താണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പോലെ തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ എന്താണത്? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആകുമ്പോൾ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. നെറ്റ് സെയിൽസ് എങ്ങനെ കാണാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ്? നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് അല്ലേ? സെയിൽസ് റിട്ടേൺസ്. ഈ ടോട്ടൽ സെയിൽസിൽ നമ്മൾ എന്താണ്? ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. ദെൻ എന്താണ് നെറ്റ് ഫിക്സഡ് അസറ്റ്? നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള ഫിക്സഡ് അസറ്റ്സ്. നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സ് എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാരണം എന്താണ്? ഓരോ കൊല്ലം കഴിയുന്നതോടെ അതിൻ്റെ തേയ്മാനം സംഭവിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സ് നിന്ന് മൈനസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് എന്ത്? നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് അസറ്റ്സ് മൈനസ് എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ. ഓക്കെ. ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എത്രത്തോളം ഹൈ ആവുന്നു അത്രത്തോളം എന്താണ് എഫക്റ്റീവായിട്ട് ഫിക്സഡ് അസറ്റ്സ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ എത്രത്തോളം ഹൈ ആവുന്നു അത്രത്തോളം എന്താണ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹിയർ വി ഹാവ് ഡിസ്കസ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് മെഷേഴ്സ് ദി എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിംഗ് ദ fixed assets in generating sales or how efficiently the fixed assets is utilized. Okay. Then the fixed assets ratio is computed by using the formula net sales divided by net fixed assets. Net sales is total sales minus sales return. Net fixed assets means fixed assets after charging depreciation, or net fixed assets is equal to fixed assets minus depreciation. The fixed asset turnover ratio is high, which means the fixed assets is utilized in the business in an efficient or effective manner. Okay. Then നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഒരു ഐറ്റംസ് തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് ₹2,40,000, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ടിൽ ദ ഡേറ്റ് 40,000, ഗ്രോസ് സെയിൽസ് 12,50,000, സെയിൽസ് റിട്ടേൺ 50,000, ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000. ഓക്കെ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് 2,40,000 തന്നിട്ടുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിന് മുൻപുള്ള എത്രയാണ്? 2,40,000 ആണ്. ദെൻ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് 40,000. അപ്പോൾ നമ്മൾ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് കാണണമെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സ് നിന്ന് കുറയ്ക്കണം. ഓക്കെ. ദെൻ ഗ്രോസ് സെയിൽസ് തന്നിട്ടുണ്ട് 12,50,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 50,000 കുറയ്ക്കണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 1,50,000. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമില്ല, നമ്മൾ എടുക്കേണ്ട. ഓക്കെ. ഫിക്സഡ് അസറ്റിൻ്റെ കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും പറയാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതിന് ഇക്വേഷൻ എഴുതാം. എന്താണ്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് അല്ലേ? നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. So net sales is equal to total sales minus sales return. Total sales ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ്? അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസ് തന്നിട്ടുണ്ട് എത്രയാണ്? 12,50,000. അപ്പോൾ 12,50,000 മൈനസ് സെയിൽസ് റിട്ടേൺ 50,000, ദാറ്റ്സ് ഈക്വൽ ടു 12 lakh. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഫിക്സഡ് അസറ്റ് കാണണം. ഓക്കെ. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് മൈനസ് depreciation. Fixed assets minus depreciation, that's equal to fixed assets എത്രയാണ് വരുന്നത്? 2,40,000 അല്ലേ? 2,40,000 minus depreciation 40,000, that's equal to 2 lakh. Then നമുക്ക് എന്ത് ചെയ്യാം? We have to apply these values to the equation. Therefore fixed asset turnover ratio is equal to net sales എത്രയാണ്? 12 lakh. അപ്പോൾ 12 lakh divided by
12 lakh divided by 2 lakh, that's equal to 6 times. 6 times. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 6 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടുന്നത് 6 ടൈംസ് ആണ് അല്ലേ, ഹയർ ആണ് അല്ലേ, കമ്പാരിറ്റീവ്ലി 6 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ ഹയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് അസറ്റ്സ് അവർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ആക്ടിവിറ്റി റേഷ്യോസ് കഴിയാണ് അല്ലേ. അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു, ദെൻ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു, ദെൻ ക്രെഡിറ്റ് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയും ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഈ 5 റേഷ്യോസാണ് നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റേഷ്യോ ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലമായിട്ട് ചോദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നന്നായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.